വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ ആ ശിവൻ്റെ ജീവനൊക്കെ രക്ഷിച്ചതിന് ശേഷം പിന്നീട് ശാലിനി ആണെങ്കിൽ തിരികെ വീട്ടിലേക്ക് മടങ്ങുന്നുണ്ട്. അതിനുശേഷം പിറ്റേന്ന് രാവിലെ ആണെങ്കിൽ ശാലിനി കുട്ടികളെയും കൊണ്ട് സ്കൂളിലേക്ക് പോവുകയാണ്. അന്നേരമാണെങ്കിൽ വഴിയിൽ വെച്ച് ഒരു പാർക്ക് എന്ന പോലുള്ളൊരു സ്ഥലത്തെത്തുമ്പോൾ പിന്നെ സത്യ പറയുന്നുണ്ട്, അമ്മേ ദീപു എന്ന് പറയുകയാണ്. അതായത് ഏത് ദീപു എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വീട് പഠിച്ച ദീപു എന്നിങ്ങനെ പപ്പി പറയുന്നുണ്ട്. നമ്മൾ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ ദീപു എന്ന് പറയുമ്പോൾ അതൊന്നും ആയിരിക്കില്ല, അവരെ വീട്ടിൽ അവിടെ കൊണ്ടാക്കിയതല്ലേ, ശാലിനി സമ്മതിക്കുന്നത്. പക്ഷെ അത് തന്നെയാണെന്നോ വണ്ടി നിർത്തുമെന്ന് പറഞ്ഞിട്ട് അവർ വണ്ടി നിർത്തി ഇറങ്ങുന്നുണ്ട്. അന്നേരമാണെങ്കിൽ അവർ ആ പാർക്കെന്ന പോലെ സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, ദീപുവിൻ്റെ സുധാകരനും ഭാര്യ ശോഭനയും ദീപവും കൂടി. തുടർന്ന് ശാലിനിയും കുട്ടികളും കൂടി ഇറങ്ങി ചെല്ലുന്നുണ്ട്. അന്നേരം ഇതെന്താ ഇവിടെ എന്നിങ്ങനെ സത്യ ചോദിക്കുന്നുണ്ട്. അന്നേരം ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു എന്നിങ്ങനെ ദീപു വിഷമത്തോടെ പറയുകയാണ്. അന്നേരം എന്താ ഇവിടെ എന്നിങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം അതോ മാഡോ എന്നും പറഞ്ഞ് ശോഭന ഇങ്ങനെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ. സുധാകരനും ആസ്തിക കുത്തി അങ്ങോട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഇത്രയുമേ ഈ ഒരു പ്രമോ സീനിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു ദിവസത്തെ ഇതല്ലേ പറഞ്ഞിരുന്നത് ശാലിനി. അപ്പോൾ പിറ്റേന്നായപ്പോൾ അവിടെ ഗോപാലകൃഷ്ണൻ ഇറക്കി വിടുകയാണ് ചെയ്തത്. ശ്യാമയുടെ ആ ഒരു ബഹളമൊക്കെയാണ്. ഗോപാലകൃഷ്ണന് തീരെ ഇഷ്ടമല്ല, ശാലിനിയെ ഇപ്പോൾ ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് ശാലിനി ചെയ്യുന്ന പ്രവൃത്തികളും ഗോപാലകൃഷ്ണന് തീരെ ഇഷ്ടമല്ല. ശാലിനി ആ ഒരു അപമാനിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഗോപാലകൃഷ്ണൻ ഏറ്റവും കൂടുതൽ ദേഷ്യമായി പോയത്. ആ ഒരു കളക്ട്രേറ്റിൽ ചെന്നപ്പോഴുണ്ടായ ഒരു സംഭവം കൂടിയാണ്. പക്ഷേ അന്ന് ശാലിനിയോട് ശാരദാമ്മയുടെ കാര്യങ്ങൾ പറയാനായിട്ട് വന്നതാണ്. ആ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ അതും പോയി. അപ്പോൾ ശാരദാമ്മയുടെ കാര്യം ഓർമ്മ ഒന്നും കാണിക്കാറ് പോലുമില്ല, ശാരദാമ്മ എവിടെയാണ് എന്നുള്ളതൊക്കെ. അതിന് എന്താണെന്ന് കാണിക്കുക. അപ്പോൾ ഇനി ശാലിനി ഇനി അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കുക, ഇവരിനി എങ്ങോട്ട് കൊണ്ടുപോകും എന്നുള്ളതൊക്കെയാണ്. അതാ ഒന്നും വേണ്ടായിരുന്നു, ആ ഒരു ശിവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയാലും മതിയായിരുന്നു. അവിടെ ആകുമ്പോൾ ഒരു പ്രശ്നം വാടക വീട്ടിൽ കൊണ്ടുപോയാൽ മതിയായിരുന്നു, ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നല്ലോ. ഇനി എന്താണ് സംഭവിക്കുന്നത്, എങ്ങോട്ട് പോകും എന്നുള്ളതൊക്കെ നമുക്ക് വരുന്ന മിക്കവാറും ശിവൻ്റെ ആ ഒരു സഹായത്തിനായിട്ട് ഇനി അങ്ങോട്ടായിരിക്കും കൊണ്ടുപോകുന്നത്. എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.